വളർന്നു വരുന്ന പ്രതിരോധ പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലിലേക്ക് കടക്കുകയാണ് ഇന്ത്യ. അതായത് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ നല്ലൊരു പ്രതിരോധ കരാറാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഫിലിപ്പീൻസ് മറൈൻ കോർപ്സിന് ആകാശ് 1 സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വിൽക്കുന്നതിനുള്ള കരാർ ഇരു രാജ്യങ്ങളും അന്തിമമാക്കാൻ പോകുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2022 ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സിസ്റ്റത്തിന് നാഴികക്കല്ല് വിൽപ്പനയ്ക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ ഇതിനുശേഷം ഇന്ത്യയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്തേക്ക് നടത്തുന്ന രണ്ടാമത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതിയാണിത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതിന്റെ വില നിർണ്ണയത്തിലും സാങ്കേതിക നിബന്ധനകളും സംബന്ധിച്ച ചർച്ചകൾ പോസിറ്റീവായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ ഇടപാടിനെ കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ദക്ഷിണ ചൈന കടലിൽ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഈ ഏറ്റെടുക്കൽ ഫിലിപ്പീൻസിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും. ഇന്ത്യയും ഫിലിപ്പീൻസും തന്ത്രപരവും സൈനികവുമായ സഹകരണം സ്ഥിരമായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിലും സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും പൊതുവായ ഒരു താൽപര്യം രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ മിസൈൽ കയറ്റുമതിയായ $375 മില്യൺ ബ്രഹ്മോസ് മിസൈൽ വിൽപ്പനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ആകാശ് 1S കരാർ വരുന്നത്. ഇന്ത്യയുടെ ആകാശ് ഉപരിതല മിസൈൽ സിസ്റ്റത്തിന്റെ നവീകരിച്ച വകഭേദമാണ് ആകാശ് 1S. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്തതും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചതുമാണ് ആകാശ് 1S. 30 കിലോമീറ്റർ വരെ ദൂരത്തിൽ വിമാനം, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങിയ വേഗത്തിൽ നീങ്ങുന്ന വ്യോമ ഭീഷണികളെ തടയാനുള്ള കഴിവാണ് ഇതിനുള്ളത്. സങ്കീർണമായ ഇലക്ട്രോണിക് യുദ്ധ പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനത്തിന് 360 ഡിഗ്രി കവറേജ് ആണുള്ളത്. കൂടാതെ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും ഇതിന് കഴിയും. ബ്രഹ്മോസിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസിലേക്കുള്ള രണ്ടാമത്തെ പ്രധാന കയറ്റുമതി ഓർഡർ ആയിരിക്കും ആകാശ് 1S കരാർ. ഫിലിപ്പീൻസ് മറൈൻ കോർപ്സിന്റെ ബ്രഹ്മോസ് വിൽപ്പന നടത്തുന്നത് ഇന്തോ പസഫിക് സുരക്ഷാ ഘടനയിൽ വലിയ പങ്ക് വഹിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധതയുടെ സൂചനയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസിന് വേണ്ടിയും ആകാശ് സിസ്റ്റത്തിന് വേണ്ടിയും നിരവധി തെക്കു കിഴക്കൻ ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളാണ് താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ച ലോക രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.